മൂവി കളങ്കാവൽ ഒരു പീക്ക് വില്ലനിസം എന്ന് പറയാം. നമ്മൾ നായക കഥാപാത്രങ്ങൾ കണ്ടിട്ട് ഇനി വില്ലൻ കഥാപാത്രത്തിൽ മമ്മൂക്ക കയറിയപ്പോൾ അതിലും ഒരു പീക്ക് പെർഫോമൻസാണ്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. മമ്മൂക്ക വില്ലനിസം എങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ വിനായകൻ അതിഗംഭീരമായിട്ട് ആ റോള് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു മൂഡ് ചേഞ്ച് ഒക്കെ ഉണ്ട്. അത് കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആവും. അപ്പോൾ കണ്ടവർ ഇതിൻ്റെ കഥ കൂടുതൽ വിശദീകരിക്കാതിരിക്കുക. കഥ വിശദീകരിക്കാനുള്ള ഒരു ഫീല് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ ഗംഭീരമായിട്ടുള്ളൊരു ത്രില്ലറായിട്ട് ഈ സിനിമ വന്നിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് ലെവലിലാണെങ്കിലും ക്ലാസ് ആയിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. നല്ല ഒരു ത്രില്ലറിന് വേണ്ട രീതിയിലുള്ള ടെൻഷൻ ആദ്യാവസാനം സിനിമയിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ടത് മമ്മൂക്കയുടെ ക്യാരക്ടർ തന്നെയാണ്. അത് പ്രീ റിലീസ് ഇവൻറ്റിൽ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കഥ വായിച്ചപ്പോൾ വില്ലൻ്റെ ക്യാരക്ടറാണ് തിരഞ്ഞെടുത്തത്. അത് അദ്ദേഹം തിരഞ്ഞെടുത്ത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഗംഭീരമായ പെർഫോമൻസാണ്. അതായത് ഒരു വില്ലനിസത്തിൽ എന്താണ് ഡാർക്ക് ഷെയ്ഡ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കംപ്ലീറ്റ് നെഗറ്റീവായിട്ടുള്ളൊരു വില്ലനായിട്ട് തന്നെ മമ്മൂക്ക വന്നിരിക്കുന്നത്. അല്ലാണ്ട് സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയി അങ്ങനെ ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ലാത്ത ഒരു ക്ലീൻ വില്ലൻ. അതുപോലെ തന്നെ മറ്റേ സൈഡിൽ വിനായകനും കട്ടൊക്കെ നിന്നപ്പോൾ ഒരു ഗംഭീര പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമയാണ് തന്നത്. അതുപോലെ ത്രില്ലിങ് എലമെൻറ്റിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. അവസാനത്തെ ഒരു 10 മിനിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു പെർഫോമൻസ് കൊണ്ടും കഥയിലെ ത്രില്ലിങ് എലമെൻ്റ് കൊണ്ടും തിയേറ്ററിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് അതിൻ്റെ മേക്കിങ്. ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ് കളങ്കാവൽ. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോളൂ. ഇത് അടുത്ത് എനിക്കൊന്ന് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ ഹിറ്റ് ഈ സിനിമയായിരിക്കും എന്നാണ് തോന്നുന്നത്. ഓൾ ദ ബെസ്റ്റ് ദ ക്രൂ. ക്ലൈമാക്സിന് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട്? ക്ലൈമാക്സ് ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ് അല്ല, അത് സ്പോയിലർ ആവുമെന്ന് പറയാം. ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ആരും പേര് കാണിക്കുമ്പോഴൊന്നും ഇറങ്ങിപ്പോരുത്. ഒരു ഐറ്റം വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അത് ആ സിനിമയ്ക്ക് ചേരുന്ന രീതിയിലുള്ള മമ്മൂക്കയ്ക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ഇത്രയധികം നായികമാരെ പെർഫോം ചെയ്തൊരു മൂവിയാണിത്. അതെ, അത് ഓരോ സിനിമയിൽ അങ്ങനെ ജസ്റ്റ് വന്നു പോകുന്നതല്ല. അത് ഓരോ ഇൻസിഡൻറ്റിനും ഈ സിനിമയുടെ ഒരു കുറ്റാന്വേഷണ മിസ്റ്ററി കഥയാണല്ലോ. അത് ഓരോ ഇൻസിഡൻറ്റിനും സിനിമയിലേക്ക് കണക്ഷൻ ഉണ്ട്. വെറുതെ അങ്ങ് നായികമാരെടുത്തല്ല. അതിലിപ്പോൾ രജിഷയാണെങ്കിലും മാളവിക അതുപോലെ 2-3 ക്യാരക്ടേഴ്സിന് കുറച്ചധികം പെർഫോം എന്നുള്ള ഒഴിച്ചാൽ എല്ലാവർക്കും ആ ഒരു കഥാഗതിയിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിൽ നായികമാരൊക്കെ തകർത്താടിയിട്ടുണ്ട്. അത് മമ്മൂക്കയുടെ ആ ഒരു ജെന്റിൽമാൻ ഇമേജൊക്കെ കളഞ്ഞിട്ട് മമ്മൂക്ക ഇങ്ങനെ ചെയ്യുന്നുള്ളത് തന്നെയാണ്. ഇത്രയും റോളുകൾ ചെയ്തിട്ട് അദ്ദേഹം വ്യത്യസ്തതയ്ക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗംഭീര പെർഫോമൻസാണ്. മികച്ച ഒരു ത്രില്ലർ സിനിമയാണ് കളങ്കാവൽ.